ആ എറണാകുളത്തെത്തിടാ ഇല്ല. ആ ബസ്സിലല്ലേ? ഞാനവിടെ കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. ആ പറ്റും ചേട്ടാ. ഈ ലൂർദ് ആസ്പത്രി ചേട്ടാ, ഈ ലൂർദ് ആസ്പത്രിയിലേക്ക് എങ്ങനെ പോലെ? സോറി ചേട്ടാ. ചേട്ടാ താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഞാൻ കാസർഗോഡ്. കത്തൂർ. ചില്ലയിലെ തൂമഞ്ഞിൻ തുള്ളികളിൽ മെയ്മിന്നി കുങ്കുമ സൂര്യൻ ഊഞ്ഞാലാടും നേരം ഉയിരുകൾ തലോടി ഒരു നറുമണം മലരുകൾ വിരിഞ്ഞ കഥ പറയവേ ആകാശം നോക്കി കണ്ണിൽ സ്വപ്നം തൂവൽ വീശുന്നു പുതുമകളുമാ വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി വെയിൽ തൊടും സുഖം മുഴുവനുള്ളിൽ വാങ്ങി ഇളം ദളങ്ങളിൽ അരുണരാഗം വാരിച്ചൂടി വെയിൽ തൊടും സുഖം മുഴുവനുള്ളിൽ വാങ്ങി ഇളം ദളങ്ങളിൽ അരുണരാഗം വാരിച്ചൂടി ജലമറയിടുമോളങ്ങൾ അണിവിരലുകളാൽ നീക്കിപ്പോക്കുന്നു പൊൻതാമര പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി നിശാവനങ്ങളിൽ നിലവിലൂടെ നീന്തി തണൽ മരങ്ങളിൽ ഇലകൾ നീയും കൂട്ടിൽ തങ്ങി നിശാവനങ്ങളിൽ നിലവിലൂടെ നീന്തി തണൽ മരങ്ങളിൽ ഇലകൾ നീയും കൂട്ടിൽ തങ്ങി കുറുകുഴലുകളൂതിയിടും കുയിലിണയുടെ കൂട്ടായി പാടുന്നു പൂങ്കാറ്റല പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി ചില്ലയിലെ തൂമഞ്ഞിൻ തുള്ളികളിൽ മെയ്
കണ്ണിൽ സ്വപ്നം തൂവൽ വീശുന്നു പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി Mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുള്ള അകലം പ്രത്യേകം ശ്രദ്ധിക്കുക. പോരെ പോരെ 1-2 റൗണ്ട് കൂടി വേണ്ടി വരും ഉറപ്പായിട്ടും. വേറൊന്നുമല്ല, ഇവന്മാർ ആദ്യമായിട്ടല്ലേ പോണേ, അതിന്റെ ഒരു പ്രിപ്പറേഷനാണ്. അണ്ടർ 17 സൗത്ത് സോൺ സെലക്ഷൻ ആണ്. അതിന്റെ ഒരു പേടിയുണ്ടല്ലോ അവർക്കും. അവന്റെ അഗ്രസീവ്നെസ് ഇല്ലേ, അത് നല്ലതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ പോകണ്ട അവന്റെ കേട്ടാ. വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. വീട്ടിൽ ചെല്ലുമ്പോ കേട്ടോ. ഈ 15ന് ബാംഗ്ലൂർക്ക് പോണം. ചെല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. വേണ്ട. എനിക്കൊന്നല്ല, ഞാനത് കുടിക്കുള്ളൂ. കുത്ത ഇല്ല, പിന്നെ കഴിച്ചിട്ട് വിളിക്കാം. തീർക്കല്ലട്ടാ. ബാക്ക് ക്യാമറ പോയി, ഫ്രണ്ട് ക്യാമറ ആക്കട്ടെ. ആ ദേ, എന്താ ചിരിക്കാത്തെ? ഒരു സന്തോഷം വരട്ടെ നാട്ടിൽ വന്നിട്ട്. വാ, എനിക്ക് ഗ്രൂപ്പിൽ ചിരിക്കി. നാട്ടിൽ വന്നിട്ട് എല്ലാവരും എത്തിക്കണമല്ലോ, കൊതിപ്പിക്കണോ എല്ലാവരും. അപ്പൊ ഒരു മാസം കല്യാണം. ഓക്കെ, ഒരു മാസം കഴിഞ്ഞ് കല്യാണം നടക്കോടാ. ഇപ്രാവശ്യം നടത്തണം, ഇപ്രാവശ്യം നടത്തും. ഞാൻ വിളിക്കും കല്യാണത്തിന് എന്തായാലും. സോറി, കണ്ണു വിളിച്ചിട്ട്. ഇതാണ്ട് പോട്ടെ. ഓക്കെ.
ഹലോ സാറേ എന്താടാ എന്താണ് 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 വിശേഷം? പിന്നെ പറയാം ഇവിടെ പാർക്കിങ്ങിന് മീറ്റുണ്ട് കാശ് ആണോ സൂപ്പർ ആണ് എല്ലാ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അകത്തും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് സോളാറാണ് ഇപ്പൊ ആണല്ലേ? ആ പിന്നെ നോക്കി എടാ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോടാ? എന്താടാ പിന്നെ പ്രശ്നം എന്ത് പ്രശ്നം? പിന്നെ നീ എന്റെ ഫോട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാത്ത? ഈ ലൈക്കൊക്കെ എന്തായത്? നമ്മൾ ലൈക്കൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലടാ. അത് ശരിയാണ്. എന്നാൽ ലൈക്ക് ചെയ്തോട്ടെ നീ. ലവ് ടച്ച് ചെയ്താ പോരെ? പൊളി ക്ലാസ് ആണ്ടാ. ആണാ? പിന്നെ കുറച്ച് ലൂസല്ലേ? പോയപ്പന്റെ ക്ലാസ്. ഇതൊക്കെ എന്ത് ശോക സ്ഥലമായിരുന്നല്ലേ? ആ ഇപ്പൊ ഭയങ്കര മാറിയില്ല. ഇപ്പൊ വാക്ക് വന്നിട്ടുണ്ട്. വാക്കാ? ആ വാക്കില് രാവിലെ ഓടാനും നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. നീ നാട്ടിൽ കാലു കുത്തിപ്പോ തന്നെ പരിപാടി തുടങ്ങിയില്ലേ? അടിപൊളി. ഇല്യാസാണോ? ഇല്യാസിനടുത്തേ എന്റെ ഹായ് പറഞ്ഞേക്ക്. എടാ നിനക്ക് കുശുമ്പ് വന്നില്ലേ ഞാൻ നാട്ടിൽ വന്നിട്ട്? ഇനി നീ കണ്ടോട്ടാ, നല്ല മീൻകറിയും ഉണക്കച്ചെമ്മീൻ വറുത്തതും ബീഫും എല്ലാം കൂടി സെറ്റാക്കിട്ട് ഗ്രൂപ്പിൽ ഇടൂട്ടാ. മച്ചാനോട് ഒറ്റക്കായി കാണുമല്ലേ? പുള്ളി ലീവിനുണ്ടോ? ഈ പാലം കയറുമ്പോ നിനക്ക് എന്താ തോന്നണത്? ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ടോന്ന് തോന്നല്ലേ? എന്ത് ജീവിതം ലോറൻസ് ചേട്ടൻ മക്കളെ ഇവരിപ്പോഴും ഒരേ പോലത്തോട് പാടാ. നിർത്തി 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 ഒരു മിനിറ്റ് നിർത്തട്ടാ, സാധനമുണ്ട്. നീ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോ. പിന്നെന്താണ്? എവിടെ? എന്താടാ? ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ വീട്. ആ എല്ലാവരോടും പോയി. ഉമ്മ ഒരു കട്ടൻ ചായ തരൂ. അല്ല എന്റെ പൊന്നു സമീറേ, അല്ല പൊന്നു സമീറേ, നീ ഒന്ന് അറിയിച്ചത് പോലും ഇല്ലല്ലോ. സന്തോഷായില്ലേ? സന്തോഷമായിടാ ഉമ്മയ്ക്ക്. ഉപ്പ എവിടെ? ഉപ്പ ഇവിടെ കണ്ടുണ്ടായിരുന്നല്ലോ. അയ്യോ നിക്ക ഹലോ, അടുത്ത മാസം വരണമെന്ന് പറഞ്ഞിട്ട്. അത് കൊള്ളാം. എന്നാ ഇപ്പൊ പോയിട്ട് അടുത്ത മാസം വരാം. അയ്യോ വേണ്ട. എന്താ സ്പെഷ്യൽ? എന്റെ മോൻ എന്താ വേണ്ടത്? ഉമ്മ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. എല്ലാം വേണം, വാ. അതെ ഇന്നലത്തെ മീൻ കറി ഉണ്ടല്ലോ, അത് മതി. ഞാനും ഉണ്ട്. വിനീഷന്റെ രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവായ ദൈവമേ, നിന്റെ ശക്തി ഈ കുട്ടിയുടെ മേലയച്ച് ഈ കുട്ടിയെ സൗഖ്യപ്പെടുത്തണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ ശക്തി ഈ കുട്ടിയിൽ അയച്ച് ഈ കുട്ടിക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകണമേ. ആമേൻ. ആമേൻ. ഇത് ഈ പഞ്ചായത്ത് മൊത്തം അടുപ്പിക്കുക. സുഖാണോ? പിന്നെ പ്രപഞ്ച സർട്ടാവും സർവശക്തനുമായ ദൈവമേ, അങ്ങേ ജ്ഞാനത്താൽ അന്തരവും മനോരമ വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കിയല്ലോ. ഈ വനത്തെയും അതിൽ യാത്ര ചെയ്യുന്നവരെയും ഞങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ വനത്തിലെ യാത്രയെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവരതിനെ സാധി പ്രാപ്തരാക്കണമേ. ആമേ. ആടോ പോവാ.
ഞാൻ അത് ശരി, നീയായിരുന്ന? ഞാൻ വിചാരിച്ച കപ്പേരായിരിക്കുന്നു. പേടിപ്പിച്ചു കളഞ്ഞോടി. എന്താണ് അച്ഛാ, നിർത്താറായില്ലേ? ഡെയിലി ഇത് തന്നെ പണി. ലാസ്റ്റാമത്തെയാണ്. ഉവ്വ അമ്മ ചെയ്യണ്ട. എന്താ അച്ഛാ പറയണേ? നീ എന്നാ താമസിച്ചു പോയതാ ഇവൻ ചോദിക്കുന്നത്. ഓ അതെ, ഇലക്ഷൻ അല്ലേ, പരിപാടി കവർ ചെയ്യാനുള്ള ഓരോരോ ഓട്ടങ്ങളാ. ആകെ ടയർഡായി. പോട്ടെ, ബൈ. എടാ, അച്ഛൻ വെച്ചിരിച്ച സാധന തുടങ്ങാനത് ബെസ്റ്റാ. ഒരെണ്ണം പിടിപ്പിച്ചാലോ? ആ അതിനെ ചങ്ക് കത്തി പോവും. മോൻ ഇപ്പൊ വരാം, ഒറ്റ മിനിറ്റ്. ആ വാടക പോകോ. ഗുഡ് നൈറ്റ്. അവൻ പോയി. ഇനി വേണം മര്യാദയ്ക്ക് ഒരു 4 എണ്ണം പിടിപ്പിക്കാൻ. മെസ്സിയുടെ കോളും ഉണ്ടായിരുന്നോ? പൊളിയായിരുന്നു. ആ ഇല്ല, പോണേണ്. എന്റെ ബൂട്ട് ഞാൻ ബേസിന്റെ കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. വേണ്ട വേണ്ട, സമയായി. ആ ഓക്കെടാ. എന്താണ് നാളത്തെ പരിപാടി? ഇറങ്ങുന്നുണ്ടോ നിങ്ങള് കളിക്കാൻ? ശരിടാ, പോവാ. ഓക്കെ. കണ്ട അത് കുഴപ്പമില്ലപ്പാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മോളെ സാജിത, ആ മീൻ കറിയും കൂടെ ഇങ്ങോട്ട് എടുത്തോ. മോന് ചിക്കൻ കുറച്ചുകൂടെ ഇട്ടേ. എന്റെ ഉമ്മ മരുമോനെ തീറ്റിക്കാണ്ട് മോന് വല്ലതും കൊടുക്കാൻ നോക്ക്. എന്റെ സമീറേ, നീ ഒന്ന് അറിയിച്ചിട്ടാണ് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ ഉണ്ടാക്കി വെക്കാമായിരുന്നു. എന്താണുമ്മ ഇതന്നെ എന്തോരം ഇതുപോലെ? നീ ഇനി എത്ര ദിവസം ഉണ്ട് ഇവിടെ? ദേ, എത്ര ദിവസം ഉണ്ടെങ്കിലും ശരി, ഇത്തവണ നിന്നെ കല്യാണം കഴിപ്പിക്കാണ്ട് വിടുന്ന പ്രശ്നം ഇല്ല മോനെ. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്താലാ? മാട്രിമോണിയുടെ ആവശ്യമുണ്ടോ? അത് വേണ്ട. എന്താ നിന്റെ മനസ്സിലായല്ലോണ്ടാ? ബീഫ് ആ ഫുൾ ടൈം ഫേസ്ബുക്കിലൊക്കെ അല്ലേ, അപ്പൊ ആരെങ്കിലൊക്കെ കാണും ഇല്ലേക്കാ? എന്തുവാണിത്? നിങ്ങളെല്ലാരും കൂടി ഇന്ന് രാത്രി തന്നെ അവനെ പിടിച്ച് പെണ്ണിട്ടിക്കോ? അവൻ മനസ്സമാനായിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ. അല്ലേ കഴിച്ചേ? ഓ ലിവർ പൊളിച്ച്. അതെ, അവന്റെ കല്യാണക്കാര്യം പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ട്? ഇപ്രാവശ്യം എന്തായാലും അവന്റെ കല്യാണം നടക്കും. നിങ്ങൾ പണയം വെച്ചേക്കണേന്റെ സ്വർണവും വളയും എടുത്തെന്നില്ലെങ്കിലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പന്തലിലേക്ക് ഇറങ്ങൂല, പറഞ്ഞേക്കാം. ഇടി, നീ സ്റ്റാൻഡേർഡ് ആൾക്കാരെ കണ്ടിട്ടുണ്ടാ? ഒരു വള, ഒരു മാല, ഒരു കമ്മല്. ഈ വാരി വലിച്ച് സ്വർണ്ണിട്ട് കിടക്കുന്നതൊക്കെ ലോക്കലടി. ആണല്ല, നിങ്ങളുടെ ഭാര്യയല്ലേ? അതെ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടക്കാരന്റെ ഭാര്യ. ലോക്കലാണ്. പുതിയ നമ്പർ ഇറക്കാണ്ട് എന്റെ സ്വർണ്ണം എടുത്തരാൻ നോക്ക്. കേട്ടല്ല? എടി പാത്തു, നിനക്ക് ഇവിടെ ഒന്നൂടെ? എടി വിളിവിടെക്കട്ടെ. അവള് നിക്കൂലടാ, നീ എന്നെ രാത്രി കൊണ്ടാക്കേണ്ടി വരും. ആണോ? വെറുതെ കരച്ചില്ല. ഇക്ക ആ താക്കോലം തന്നെ. അല്ലേ താക്കോൽ. അതില് ബാറ്ററി ഇടണോട്ടാ, ബാറ്ററി. സിമിറേ, പാത്തു പോയിട്ട് വരാന്ന് പറഞ്ഞു വല്യമ്മ അടുത്ത്. മോള് പോയിട്ട് വാ. നീ കല്യാണം തീരുമാനിച്ച? എടാ സിമിറേ, നമ്മുടെ ഷർട്ട് വാങ്ങിയിട്ട് പാകായില്ലെങ്കിലേ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷെ കല്യാണം അങ്ങനല്ലേട്ടാ, പാകായില്ലെങ്കിൽ ഇട്ടോണ്ട് നടക്കേണ്ടി വരും. ഇപ്പൊ ഉള്ള മനസ്സമാനം കൂടി പോവും. മനസ്സിലാവണ്ട ഞാൻ പറയണത്?
ഇതിപ്പോ നമുക്ക് ഷർട്ട്, അവർക്കത് ചുരിദാർ. പക്ഷെ അവർക്ക് ചുരിദാർ പാകായില്ലെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്ത് ഇട്ടെടുക്കും. കുഴപ്പമില്ലല്ലയാ, നമ്മളൊരു ഷർട്ട് മേടിക്കുമ്പേ നമ്മുടെ കറക്റ്റ് സൈസ് ഒക്കെ ഒരു ഷർട്ട് മേടിച്ചാൽ മതി. അപ്പൊ കുഴപ്പമില്ലല്ലോ. അവളെ 2 ഷർട്ടിന് അവളെ കൊടുത്തിട്ടുണ്ട്, അത് ഇട്ടോക്കണം കേട്ടോ. നല്ല സെലക്ഷൻ ഉള്ള നീ എടുത്തു കൊടുത്തണ. ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു കൊടുത്തു. കൊള്ളാട്ടാ, നല്ല ഫിറ്റാ. ശരിയല്ലേ? ശരി. വലൈക്കും സ്ലാം. ടാറ്റാ. ടാറ്റാ. വാമ്മ. സമീറേ, നീയും പണ്ട് പാത്തൂനെ പോലെ തന്നെയായിരുന്നു. വല്ലുപ്പാന്റെ വീട്ടിൽ നിൽക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഗമയിലൊരു പോക്കുണ്ട്. എന്നിട്ടേ രാത്രിയാവുമ്പോ എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണേ എന്നും പറഞ്ഞോണ്ട് കരഞ്ഞു പിടിച്ച് എങ്ങനെങ്കിലും വീട്ടിലെത്തും. ചെറുപ്പത്തിൽ എന്നെ കാണാണ്ട് ഉറക്കം വരാത്ത ചെക്കനായിരുന്നു. ഇപ്പൊ നിനക്ക് ഉമ്മാനെ കാണണമെന്നൊന്നുമില്ലല്ലോ. ഇങ്ങോട്ടാ വേണ്ടവനെ കൈ ഞാനവിടെ ലേബർ ക്യാമ്പില് കിടന്നുറങ്ങുമല്ലോ. അല്ലാറും അടിച്ചാൽ പോലും ഞാൻ എഴുതേക്കാറില്ല. ഞാൻ വിചാരിച്ച ഉമ്മ ഇപ്പൊ കൊണ്ടത് കട്ടച്ചായിരുന്നാണ്. ഉമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ സൂറാന് ചില ആലോചനകളൊക്കെ വരണുണ്ട്. പക്ഷെ ഓക്ക് പഠിക്കണമെന്നാണ് പറയണത്. അവൾ പഠിക്കട്ടുമ്മ, അവൾ ചെറുതല്ലേ. അവൾക്ക് എന്തോരം പഠിക്കണം വെച്ചാൽ പഠിച്ചോടെ, ഞാൻ നോക്കിക്കോളാം അവളെ. ഓ മതി മോനെ മതി, നേരെ ഒരുപാടായി, നീ പോയി കിടന്നു. ഇല്ലമ്മ, ഇതിന് 130 രൂപയാണ്. പിന്നെ ഒട്ടുമാവാണെങ്കിൽ ദാ മൂലക്ക് ഇരിക്കുന്നുണ്ട്, ആ തെങ്ങിന്റെ അപ്പുറത്തില്ലേ. എന്താ ചെടി വല്ല നോക്കണ്ട? ഏത് ചെടിയായിരുന്നു? ഇതാണോ? ഏതായിരുന്നു സാർ? ചെറുതാണോ വലുതാണോ? അത് മതി. ഇത് മതി. എന്തായി അവളെ കണ്ട? ഞാൻ മാത്രം കണ്ടുള്ളൂ, അവളെന്നെ കണ്ടില്ല. എന്താണ് ഇത് നന്ദന സിനിമ? എത്രാമത്തെ പ്രാവശ്യം ഇത്? എടാ, അവളെ കാണുമ്പോ എന്തോ പോലെ കൈയും കാലും വിറക്കണം. ഇതെന്താണത്? അവളുടെ അടുത്ത് സംസാരിക്കാമെന്ന് അറിയിക്കണ്ടല്ലോ, എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? വല്ല വിത്തും മേടിച്ച പോയായിരുന്നോ? ഈ മരം മേടിക്കണ വല്ല ആവശ്യമുണ്ടാ? ഒന്ന് കേറി വിത്ത് വളരെ കുറച്ച് മരമാകുമ്പോ പെട്ടെന്ന് കായ്ക്കല്ലോ. വിത്തെടുക്കാലോ. എടാ സമീറേ, നീ എന്തായാലും പേരമരം മേടിച്ചു തന്നാട്ടാ. അതെന്താ? അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അവളെ കാണാൻ ചെല്ലുമ്പോ ഇതിനൊരു പേരൊക്കെ പറിച്ച് അവളെ കൊച്ചിനോട് കൊടുക്കല്ല. സംഭവം നല്ല അടിപൊളിയായിരിക്കും. എന്താണ് എനിക്ക് പറയാൻ പറ്റത്തുണ്ടല്ലോടാ. എന്ത് പറയാൻ പറ്റത്തുണ്ട്? കാര്യം നടക്കണെങ്കിലേ അവളുടെ വാപ്പെടുത്തു സംസാരിക്കാം. വാപ്പ അടുത്താ? നീ എന്താണ് ഈ പറയണേ? കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ അവിടെ പുറകെടുത്ത് 2 പേരെ പിടിച്ച് വാപ്പിടിച്ച് നല്ലിട്ടിരിക്കണേ. നമുക്ക് ഡീട്ടാനാ? ഇവിടെ നമ്മൾ പ്രേമം പറയാൻ പോണല്ലോ, നമ്മൾ അന്തസ്സായിട്ട് കല്യാണം കഴിക്കാൻ പോണല്ലേ. കുഴപ്പമില്ലടാ. നീ ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ പോയി ചോദിച്ചോളട്ടാ, നീ എൻ്റെ ഒപ്പം വന്നാ മതി. പണിയാവരുത് കേട്ടോ. ഒരു പണിയില്ല വന്നേ. നല്ല ആരോഗ്യമുള്ള ആളാണ്. എനിക്ക് പേടിയായിട്ടും അതെനിക്കറിയാലോ. വല്ല ആവശ്യമുണ്ട് അവളുടെ തന്നെ പറഞ്ഞപ്പോ കാര്യം നടക്കണം. എന്നാ ചെല്ലി. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇവിടെ വേർന്നല്ലോ, സ്കൂളിലൊക്കെ പരീക്ഷ തുടങ്ങി അടി പറഞ്ഞൊരു വേദനല്ല, അതുപോലെ എന്തോ. അതെ, റിസൾട്ട് കിട്ടുമ്പോ ശരിയായിക്കോട്ടെ. ചെല്ലി. നീ വാ. ഹെൽമെറ്റോട് വെച്ച് തലക്കെട്ട് കിട്ടൂല. കാര്യങ്ങളൊക്കെ തുടങ്ങണ വന്നേ. അയ്യോ ബൈ. അസനിക്ക ഉണ്ടോ? ഇന്ന് വിളിക്കോ? ഊപ്പറിലാണോ?
നമസ്കാരം. വാലേക്കും അസ്സലാം. എന്താടാ എങ്ങനെ മനസ്സിലായ? പരിചയമുണ്ട്, പിടിയിട്ടില്ല. നമ്മുടെ മമ്മൂക്കന്റെ മോനെ സമീർ. ആ, നീ ഗൾഫിലെങ്ങാണ്ടായിരുന്നില്ലേ? ഗൾഫിലാണ്, ഇടക്ക് വരാറുണ്ട്. ഇപ്പൊ ലീവ് ഇട്ടിട്ട് വന്നതാ. ആ, എന്താടാ നമ്മുടെ ഗല്ലിയിലൊക്കെ ഇരുമ്പിനൊക്കെ എന്താ വില ഇപ്പൊ ഇവിടെ? ഇരുമ്പിനൊക്കെ ഇപ്പൊ ഇവിടെ എന്താ വിലക്ക ഇപ്പൊ ഇവിടെ? നീ ഗൾഫിൽ നിന്ന് ഇരുമ്പാണോ കൊണ്ടോത്തക്കണ? അതല്ല ഇപ്പൊ കാണുമ്പോ തക്കാളിക്ക് എന്താ വില നമ്മുടെ ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇരുമ്പ്. ഒരു പണി എടുക്കില്ല. അതല്ല, എന്നൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട് ഇവിടെ. ആയിക്കോട്ടെ. അയ്യോ ആയിക്കോട്ടെ അല്ല പിന്നെ എന്താ ശരിക്കും നീ പറഞ്ഞ 5-6 വർഷമായിട്ട് എനിക്ക് സീനത്തിന് ഇഷ്ടമാണ്. എന്താ പറഞ്ഞ? നല്ലോണം നടക്കണ പെമ്പിളേരെ പ്രേമിച്ച് പറ്റിക്കാൻ നടക്കാനാണോ നീയൊക്കെ? അയ്യോക്ക ഇവൻ അങ്ങോട്ട് മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സീനത്ത് അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്താണ് കളിച്ചോണ്ടിരിക്കണേ? അടിച്ചു പൊളിക്കണത്. വെറുതെ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് നിപ ബാധിച്ചത് വവ്വാൽ കടിച്ച പേരയ്ക്കയിൽ നിന്നാണെന്ന് പ്രാഥമിക നിഗമനം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് നിപ ബാധിച്ചത് പേരയ്ക്കയിൽ നിന്നെന്ന് സംശയം. രോഗം വരുന്നതിന് 2 ആഴ്ച മുൻപ് ഇയാൾ സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. നീ നോക്ക്, ഞാൻ വിളിക്കാം. ആളിനെപ്പറ്റി കുറച്ചേരായി. നിന്നേടാ ഇവിടെ നിന്നേ. ഞങ്ങളൊക്കെ നിന്റെ ആരാണ്? നിങ്ങളൊക്കെ ഉമ്മ ചോദിക്കുമ്പോ ഞാനെന്നെ എന്ത് ചോദിക്കാനാണ്? ചോദിക്കാനുള്ള എല്ലാം പോയി ചോദിച്ചല്ലേ വന്നേക്കണത്. ഞാനെന്താ അങ്ങോട്ട് അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കാൻ. ഞാൻ കണ്ടിട്ടുണ്ടാ അവളെ? ഉമ്മ കണ്ടിട്ടുണ്ടമ്മ. ആൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ? ആ വാ കാണിച്ചരാ. എന്നിട്ട് വന്നിങ്ങള് ഇവിടെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇതെവിടെയാണപ്പ? ഇങ്ങോട്ട് വാ അമ്മ. ഏതടി? ദേ നിക്കണുമ്മ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ്. ദേ ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന സാറിന് ഇപ്പുറത്തേക്ക് നോച്ചാണ് സീനത്ത്. അത് ശരി. അപ്പൊ ഇവളെ കാണാനായിട്ടാണ് നീ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നതല്ലേ? അയ്യോ, ഒറ്റയ്ക്ക് പോയി പെണ്ണ് വെച്ചിട്ട് വന്ന് നിക്കണേണ് നാണില്ലാത്തത്. അവന്റെ ഇളി കണ്ട. അല്ലോ, ഈ പേരത്ത് എന്താ ചെയ്യണ്ടേ? നടനോ അതോ പറഞ്ഞിട്ട് പോളിയാ? അവന്റെ പോക്ക് ഉണ്ട്. സമീറേ, അസൻ ഇവിടെ വന്നിരുന്നു. ഓന്റെ മോക്ക് ഇഷ്ടായെങ്കിൽ ഓനും കുഴപ്പമില്ല എന്നുള്ള മാതിരിയാണ്. പിന്നെ നമുക്കും കുഴപ്പമില്ലല്ലോ. പിന്നെ നീ വാപ്പാനെ കണ്ട സ്ഥിതിക്ക് ഒന്നും ഓളിയും കണ്ടാളാ. ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സല്ലേ, ഒന്നും പറയാൻ പറ്റൂല. പണിയാണല്ലോ ഇത് ഇങ്ങനെ ആക്കി തീർക്കാൻ. പിന്നെ നല്ല പണിയാണ്. പണിയെടുത്ത് നടുവിന് ഉപ്പടളവും.
ചേട്ടാ ആ തക്കാളിക്ക് നമ്മള് വളം ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ചെന്ന് നോക്കൂ. തക്കാളിക്കല്ലേ? ഇന്നലെ വാപ്പാനെ കണ്ടായിരുന്നല്ലേ? വാപ്പ പേടിച്ചു പോയി തോന്നുന്നു. വാപ്പ തന്നെയാണല്ലോ പേടിച്ച്. ചെറുതായിട്ട് പേടിച്ചായിരുന്നു. എന്താണ് വാപ്പാനോട് പറഞ്ഞത് എന്നോട് പറയാതിരുന്നത്? പറയാൻ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പ 10ാം ക്ലാസ്സിലാ പഠിച്ചത്. ഞാനോ? ആ പിന്നെ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് പറയാന്ന് വിചാരിച്ചപ്പോ കയ്യും കാലും വരച്ചിട്ടാ പറയാൻ പറ്റാഞ്ഞത്. ഇനി അത് പറഞ്ഞാൽ തന്നെ എങ്ങനെയാ പറയാൻ പോണെന്ന് വീട്ടിൽ ചോദിച്ചപ്പോഴാണ് തൻ്റെ കാര്യം കൂടി അറിയാൻ എങ്ങനെയായിരിക്കും നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞാൽ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കറക്റ്റായിട്ടുള്ള മറുപടി എനിക്ക് വീട്ടിൽ പറയാനായിട്ടേ ഒരിതും കിട്ടുന്നില്ല. തനിക്ക് എന്തെങ്കിലും ഇത് കിട്ടുന്നുണ്ടോ? അയ്യോ അത് പണിയാണ് കാണിച്ചത്. അത് ഇത് ശരിയാ. ഇത് ഞാൻ മേടിച്ചാ പോരെ? ഇതിനെത്രയാണ്? വെണ്ടക്കല്ലേ കറി വെച്ചാ പോരെ? കുഴപ്പമില്ലല്ലോ. കാണുമ്പോ ചങ്ക് പെടച്ചു, മിണ്ടാൻ എപ്പോഴും ചുണ്ട് തരിച്ചു. തൊട്ടടുത്തെത്തുമ്പോ പേടിച്ച വാക്കുകൾ ഓടിയൊളിച്ചു. നീ നടക്കണ പാതയരികത്ത് വേരു പിടിച്ചവൻ ഞാൻ. കത്തണ്ട വീടുകൾ രണ്ടുമെന്നോർത്തിട്ട് കത്ത് തറഞ്ഞവൻ ഞാൻ. സ്വയം കത്തിയെരിഞ്ഞവൻ ഞാൻ. നട്ടപ്പിരാന്തിന്റെ വക്കത്തിയ നാൾ സമ്മതവാക്കിന്റെ സർബത്ത് തന്നെ സുൽത്താനായി മാറ്റിയില്ലേ നീ. കൊച്ചിയുടെ സുൽത്താനായി മാറ്റിയില്ലേ നീ. കാണുമ്പോ ചങ്ക് പെടച്ചു, മിണ്ടാൻ എപ്പോഴും ചുണ്ട് തരിച്ചു. കാത്തു വെച്ചോരറബി വാസന തൈലം പുരട്ടിത്തരാൻ. കാഞ്ഞിരമറ്റത്തുരുസിന് കൈപിടിച്ചൊന്നിച്ചു പോയി വരാൻ. നാളേറെ സ്വപ്നങ്ങൾ കണ്ടവൻ ഞാൻ. നാളെണ്ണിക്കാക്കുമ്പോൾ തോന്നും പതിവായി ഒച്ചിന്റെ പോലെ ഇഴയുന്ന നേരത്തിന് ചിരി വേഗം കൂടാൻ. പെണ്ണെ ചിരി വേഗം കൂടാൻ. കാണുമ്പോ ചങ്ക് പെടച്ചു, മിണ്ടാൻ എപ്പോഴും ചുണ്ട് തരിച്ചു. തൊട്ടടുത്തെത്തുമ്പോ പേടിച്ച വാക്കുകൾ ഓടിയൊളിച്ചു. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. ഓടിയൊളിച്ചു. എടി ആ കാടൊക്കെ മാറ്റി വെച്ചേക്കട്ടാ. ഇത് കുറച്ച് പൈസ ഉണ്ട് അളിയാ. കല്യാണമൊക്കെ അല്ലേ, അവളെ സ്വർണ്ണം എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. എന്നളിയാ സെമിറെ, അളിയനും പെങ്ങളൊക്കെ സഹായിച്ചത് മതി. ഒരു കുടുംബമൊക്കെ ആവാൻ പോവാ. ഒരുപാട് ചെലവുള്ളതാ. നീ ഇത് വെച്ചോ. അവളുടെ സ്വർണ്ണൊക്കെ ഞാൻ എടുത്തോളാം. ഇതാ ബെസ്റ്റ്. ഇത് ഫിക്സ് ചെയ്യട്ടെ. സാറേ എൽദോടൊപ്പുണ്ടല്ലോ. എൽദോടെ നെയ്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാ. ആ മോൾക്ക് പേടിക്കാനൊന്നുമില്ല, വേഗം ചെല്ലാൻ പറഞ്ഞു. അവിടെയാ നമ്മുടെ വീടിനടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടറെ പറഞ്ഞ് ഇവിടുത്തെ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് അർജൻറ്റായിട്ട് കാണിക്കാൻ. ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്.
ന്യൂമോണിയ എന്നാ പറഞ്ഞ. വാ. മരുന്ന് ആ ട്രീസാമോളുടെ അപ്പനാ. ആ കൊച്ചിനെന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ കാണാൻ പറ്റില്ല. ആ പിന്നെ കാണാമെന്ന്. കുറച്ച് ദിവസം വച്ചുകൊണ്ടിരുന്നല്ലേ, ചെസ്റ്റിന് നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. അതാണ് ICUലേക്ക് മാറ്റിയത്. 2 ദിവസം അവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ, എന്നിട്ട് പറയാം. ആ ഞാൻ അവിടെ നിൽക്കണോ? അടി നമുക്ക് പോവാം. പോവാ. ഞങ്ങൾ പോവാട്ടോ. കണക്റ്റായി. അപ്പ അവൾക്ക് എങ്ങനെയുണ്ട്? അപ്പ അവൾക്ക് എങ്ങനെയുണ്ട്? ICUലാ? ഉറക്കാണെന്ന്. അപ്പ ഞാൻ അങ്ങോട്ട് വരണോ? കളിക്കാൻ പോണതാ? അത് വെള്ളിയാഴ്ചയാ. ഷൂസോ? അത് കുഴപ്പമില്ല, ഞാൻ എന്തുനേന്ന് മേടിച്ചോളാം. വാങ്ങോ? ആണോ? ഓക്കെ, ഗുഡ് നൈറ്റ്. അവർ 25 ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു 20 അഡ്ജസ്റ്റ്. ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ലോ. വെറുതെ ഒരു വികലാംഗന്റെ നെഞ്ചത്തല്ലേ ബൈക്ക് കൊണ്ട് കയറ്റിയത്? ലൈസൻസ് ഒട്ടാ ഇല്ല. മുമ്പിലത്തെ പല്ല് തെറിച്ചു പോയാൽ കണ്ടല്ലോ. എൽദോ കേസായ അറിയാലോ. പറഞ്ഞു തെറ്റി. എന്താ ഇവിടെ മോളോ? എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു ചെറിയ ആക്സിഡന്റ് കേസ്. ശശിധരനെ ലോട്ടറി അസോസിയേഷൻ പ്രസിഡന്റ് ആയിപ്പോയില്ലേ. ഓരോരോ തലവേദന. അവരെഴുതുള്ളൂ. ഓ 5000. ഇതുകൊണ്ട് ശശിക്ക് കൊടുത്തരേ. അല്ലിത് മതിയാ? മതിയടേ, തെറിച്ചു പോയി. വെപ്പല്ല ഇത്രയൊന്നും വേണ്ട.
ഇത്തിരി മരുന്ന് കുടിക്കാം. വാ തുറന്നേ. ആ ആ ഡിസ്ചാർജിന്റെ കാര്യമോ? ഡോക്ടർ വന്നിട്ട് പറയൂ കേട്ടോ. ആ ഹലോ ഹലോ ആ ഞാൻ മെട്രോയിൽ കയറി. ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും. Kochi Metro wishes you a safe and pleasant journey. കൊച്ചി മെട്രോ സന്തോഷകരമായ അടിച്ച് പാമ്പായിട്ട് ഞാൻ ഏറിപ്പിട്ടി കിടപ്പണം വെച്ചിട്ടാ ഇപ്പത്തിയുള്ളൂ? അല്ല കുറച്ചേരെ പോസ്റ്റ് ആയിരുന്നല്ലേ? ചെറുതായി. പിന്നെ എന്താ കുടിക്കാൻ? എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടെ ആ കുടിക്കാൻ എന്താ വേണ്ട? എന്തായാലും കുഴപ്പമില്ല. കോഫി മതിയോ? ആ പറഞ്ഞു. ക്യാപിച്ചിനോ പറയട്ടെ? 2 ക്യാപിച്ചിനോ. ക്യാപിച്ചിനോ കഴിക്കാൻ എന്തെങ്കിലും? കഴിക്കാൻ എന്താ? ഒന്നും വേണ്ട. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ശരി ചേട്ടാ ഈ ക്യാപിച്ചിനോ മറ്റേ ലവ് ഇടുന്നല്ലേ, അതിലൊരു അമ്പുമ്പിലും കൂടി ഇട്ട് തരാൻ പറ്റുമോ? അമ്പുമ്പിലല്ലേ? എന്റെ പൊന്നിയേട്ടാ, ഇത് തന്നെ കഷ്ടപ്പെട്ടാണ്. അപ്പൊ ലവ് ഒന്ന് വലുതാക്കി പോയിസൺ ഇഷ്ടമാണോ? പോയിസണാ? എന്താ? എനിക്കിഷ്ടമാണ്. നല്ല സോറി പെർഫ്യൂമാണ്. നോക്കി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ ഗിഫ്റ്റ് ഇടാറുണ്ട്, പക്ഷെ ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല. എല്ലാം വീട്ടിലുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ടല്ലോ തന്നെ, അപ്പം തരാം. അടിച്ചു നോക്കി, മുട്ടമണമാണ്. എന്തുപറ്റി? ഛർദിക്കാൻ വരുന്നുണ്ടോ? മുഖം മാറിയല്ലോ. ഇഷ്ടമായാലും കുഴപ്പമില്ല കേട്ടോ. കൊള്ളില്ല. നമ്മുടെ പുറകിലത്തെ ഒരു സീറ്റിലെ ഒരു പയ്യനെ ഇരിപ്പുണ്ട്. നോക്കണ്ട നോക്കണ്ട. അപ്പൊ കുറെ നാളായിട്ട് പുറകെ നടക്കണേണ്. ശല്യാണ്. അത്രയുള്ളൂ. നോക്കണ്ട നോക്കണ്ട. കണ്ട പട്ടി ഷോ ആണ്. കുഴപ്പമില്ല, നമുക്ക് പറയാം. പറഞ്ഞാ പോരെ? കുഴപ്പമില്ലെന്നേ. കുഴപ്പമില്ല. ഇതല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാം. സമീർക്കല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, ഞാൻ ഷിയാസ്. ഇക്കടെ പഠിച്ചിരുന്ന ഫാത്തിമനറിയില്ലേ? ഫാത്തിമന്റെ ഇത്തേണ്. ഫാത്തിമയുടെ അനിയാണോ? അവളിപ്പോ എവിടെയാണ്? ഇപ്പൊ ഒരു ഒമാനിലാണ്, അവിടെ സെറ്റിലായി. ഇപ്പൊ 3 പിള്ളേരെ. മൂത്ത മോളിപ്പോ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോ 8ാം ക്ലാസ്സിലേക്ക്. ഇക്കടെ ഭാര്യയും പിള്ളേരൊക്കെ ഇവിടെ നാട്ടിലാ, പുറത്താണോ? ഞാനത് പറയാൻ എന്നോട് വന്നത്. ഒന്ന് വിചാരിക്കരുത്. അത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന് പെണ്ണാൻ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച്. അപ്പൊ ഇനിങ്ങനെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. വേറൊന്നും വിചാരിക്കരുത്. സങ്കടപ്പെടാൻ പറഞ്ഞല്ല, ഞങ്ങളുടെ കല്യാണം ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പരിചയമുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരത്തിൽ അനിയനല്ലേ. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം. കുഴപ്പമില്ല. ഇക്കടാരുമല്ലേ? ഇക്കൊക്കെ ഇപ്പൊ എന്തായാലും പ്രായമൊക്കെ ഇപ്പൊ ഒന്നും നടന്നില്ലെങ്കിലാ അല്ലേ? എൻ്റെ ആരും അങ്ങനെയല്ലല്ലോ, യങ്ങാണ്, ഭംഗിയുണ്ട്. അറിയാൻ വേണ്ടി പറഞ്ഞല്ല, കല്യാണം ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല. എനിക്ക് വേണ്ട. കുഴപ്പമില്ല, കഴിച്ചു. അല്ല ബില്ല്
ബില്ല് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇക്ക, ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ അവൾക്ക് ഇക്കനെ ഇഷ്ടമല്ലെന്ന് പിന്നീട് പറയുകയാണെങ്കിൽ ഒന്ന് ഓർക്കോട്ടിക്ക. ട്രൂ ആയതുകൊണ്ട് ഇത് വെറുതെ ട്രീറ്റ് ചെയ്യുന്ന പുള്ളി കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി വരില്ല, പുറകെ വരില്ല ഇനി പറഞ്ഞു. കാര്യം നേരത്തെ പറഞ്ഞാ പോയി, കുഴപ്പമൊന്നുമില്ല. എൽദോ എൽദേ ഡാ ഇത് എങ്ങോട്ട് പോയത്? എൽദോ എൽദോ ഡാ ഡാ ഓ എന്തൊറക്കോടാ ഇത്? ഡാ എൽദോ എൽദോ എണീറ്റേ എണീറ്റേ എണീക്ക്. ആ അതെ, ആശുപത്രിയിൽ നിന്ന് വിളിച്ചായിരുന്നു. നിന്റെ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്തു തന്ന. വേഗം ചെല്ലാൻ നോക്ക. ആ തേട വരണ്ട് മറ്റേ പുള്ളിയുടെ. ചേട്ടൻ ഈ നാട്ടുകാരനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാണല്ലേ ഇന്ന്? ആ പിള്ളേര് പറഞ്ഞപ്പോഴാ അറിഞ്ഞു. ഇതൊക്കെടാ കാർന്നവരൊക്കെ മുട്ട പാമ്പാണ്. എന്താ എന്ത് കോമഡിയാടാ. നോക്കിയാടാ ഇത്. എന്തൊരു സുഖടാ. എന്താടാ അവന്റെ ഷോയിട്ടിൽ കൂടെ ഉണ്ട്, നോക്കടാ. ഇതെല്ലാവരുടെയും കയ്യിലുണ്ട്. സാറിന് മനസ്സിലായില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കി തോന്നല്ല. നോക്ക് സാറേ, നോക്ക്. സാറ് ഓൾറെഡി വൈറലാണ്. എന്താ ബേസിലേക്ക് കാണുന്നത്? നീ എന്തിനാ പിള്ളേരുടെ കിട്ടി പറഞ്ഞത്? നീ നിന്റെ അപ്പനോട് പോയി ചോദിക്കടാ. ചെലപ്പോ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. അവര് കളിപ്പിടി അവന്റെ അപ്പൻ്റെ അടുത്ത് പോയി തീർക്കട്ടെ. എല്ലാവർക്കും പൊക്കോടെ വീട്ടില്. നീ എന്നാ ബോധക്കട കാണിച്ചു? ട്രെയിനിലൊക്കെ കയറുമ്പോ സൂക്ഷിക്കണ്ടേ? നാണക്കേടായല്ലോ. അമ്മച്ചി മിണ്ടാടി. ഈ
ഈ കിടപ്പ് കണ്ടു കഴിഞ്ഞാല് ആരെല്ലാം വിചാരിക്കൂടാ നീ കള്ളു കുടിച്ചിട്ടില്ലെന്ന്. ആ ഇറക്കം വന്നല്ലോ. നിങ്ങൾ തന്നെ കാണാൻ നിൽക്കാ വീട്ടിൽ പോകാൻ പറ്റേ. എനിക്ക് എന്തിനാണ് ഈ ബൂട്ട്? എവിടെ കളിക്കാൻ? ഞാൻ ഈ ബാംഗ്ലൂരിന് പോണില്ല, എങ്ങും പോണില്ല. നിർത്തി. അപ്പം തന്നെ കാരണം എന്തോ താൻ എന്ത് പണിയാ ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് സ്കൂളിലല്ലേ വർക്ക് ചെയ്യുന്നത്? എടോ താൻ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ആളുകൾ ചിരിക്കുക, സ്കൂളിൽ നാണക്കേടായി, മാനേജർ എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഒരു തീരുമാനം എടുക്കുന്നതുവരെ താനൊന്ന് മാറിക്ക്. എടോ തന്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിൽ. താൻ ചെല്ല്. ഹലോ, ഇവിടൊരു ചങ്കില് തീ കത്തിക്കേറുമ്പോ കാറ്റിന് പുഞ്ചിരി, ആ കാറ്റിന്റെ കൂട്ടുപിടിച്ച് ആളിക്കത്തല് കണ്ട് രസിച്ച് നാടൻപാടും ചേലില് പൂരം കൊണ്ടാടുമ്പോ ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ണുണ്ടോ? ഉള്ളം ചത്തോരേ വെട്ടക്കൂട്ടത്തിൻ നേരെ പോരാടാ, വാക്കിൻ പാടുണ്ടോ? വീറുമുണ്ടോ? തന്റെ കാര്യത്തിൽ ഞാനിപ്പോ എന്തു പറയാനാ? ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് അസോസിയേഷൻ എങ്ങനെ പറയാനാ? എല്ലാവരും തെളിവിരിക്കുകയല്ലേ. ആയിരിക്കാം, അസോസിയേഷൻ എന്ത് പറഞ്ഞ് ഇടപെടും? പ്രൈവറ്റ് സ്കൂളല്ലേ. ഈ സമയത്ത് മിണ്ടാതിരിക്കുന്നതാ നല്ലത്. മിണ്ടിയ അസോസിയേഷൻ ഉൾപ്പെടെ മാറും. താൻ ചെല്ലേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചെല്ലേ. പാവത്തിന്റെ ചങ്കടുപ്പിൻ തീ കൊണ്ട് കഞ്ഞി വെച്ച് കണ്ണുനീരിൻ ഉപ്പുമിട്ട് സ്വാദുകൂട്ടി മുന്തുന്നോരേ വിധിയെറിയുന്ന തൂശികൾ തറ
തുഴഞ്ഞിറങ്ങിയ ജീവിതം അന്തിച്ചർച്ച കേടുത്തിട്ട് പന്തടിക്കും നേരത്ത് ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ണുണ്ടോ ഉള്ളം ചത്തോരെ വെട്ടക്കൂട്ടത്തിൻ നേരെ പോരാടാ വാക്കിൻ വാളുണ്ടോ വീറുമുണ്ടോ? ഹലോ 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 പടവാളൻ, എന്തൊക്കെയുണ്ട്? നല്ല തന്നെ. നീ ഇതെവിടെയാണ്? ഞാൻ ബർദുബായ പറയാ. ആണാ? എടാ നീ ഗ്രൂപ്പിലിട്ട സാധനം ഭയങ്കര ഹിറ്റ് ആണല്ലോ. എന്താലേ? ഏത് മധുരയാണ് അത്? അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ മലയാളിയുടെ കാര്യം ഒന്നും പറയണ്ട. ഞാൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നന്നായി. എല്ലാവരും അറിയട്ടെ നമ്മുടെ മലയാളിയുടെ. നീ ഇപ്പൊ ഹലോ 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 കട്ടേ റേഞ്ചില്ല. ഒറ്റ കണ്ണൻ ക്യാമറയ്ക്കോ ചോരയൂറ്റാൻ ആളമതി ചെന്നു പെട്ടാൽ പെട്ടവനോ പിന്നെ വെറും നോക്കുകുത്തി വിളമ്പിയ ചുടുവാർത്തകൾ തണുത്തുറയുന്ന വേളയിൽ പിന്നവനെ ചാക്കിൽ കെട്ടി പരവക്കിൽ തള്ളുമ്പോൾ ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ണുണ്ടോ ഉള്ളം ചത്തോരേ വെട്ടക്കൂട്ടത്തിൻ നേരെ പോരാടാ വാക്കിൻ വാളുണ്ടോ വീറുമുണ്ടോ? ഇവിടൊരു ചങ്കില് തീ കത്തിക്കേറുമ്പോ കാറ്റിന് പുഞ്ചിരി ആ കാറ്റിന്റെ കൂട്ടുപിടിച്ച് ആളിക്കത്തല് കണ്ട് രസിച്ച് നാടമ്പാടും ചേലില് പൂരം കൊണ്ടാടുമ്പോ ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ണുണ്ടോ ഉള്ളം ചത്തോരേ വെട്ടക്കൂട്ടത്തിൻ നേരെ പോരാടാ വാക്കിൻ വാളുണ്ടോ വീറുമുണ്ടോ? ഞാൻ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫുട്ടേജിന്റെ കാര്യം എനിക്കറിയില്ല. പുള്ളിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അവൻ വന്നോളൂ ഇപ്പം. വിളിച്ചേ കുട്ടാ പെണീറ്റേ അല്ല നീ അപ്പനോട് ചേർന്നോ? സ്വിച്ച് ഓഫാ. നീ അപ്പനോട് മിണ്ടിയാർന്നടാ. എടാ മോശം സമയത്ത് ആർക്കും വരും. ആ സമയത്ത് കൂടെ നിൽക്കേണ്ട ആ കുടുംബം. നിന്റെ അപ്പനിപ്പോൾ എന്തോരം ദുഃഖിച്ചാണോ? നീ എടാ താമസേ ആ പെണ്ണ് പിടിച്ചിരിക്കുക. എന്നാ ഞാനിറങ്ങിയേക്കുക. അപ്പ സോറി അപ്പ, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ അറിയാതെ ചെയ്തതാ. അവളുറങ്ങി. അപ്പ വാ കിടക്ക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്നാ പറഞ്ഞേ. എടാ ഞാൻ വിളിക്കാം. ശരി.
ഇത് ഞങ്ങളുടെ വക. ഒരു ഫോട്ടോ എടുക്കാം, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഹലോ എവിടെയാണിത്? ചെറിയൊരു പ്രശ്നമുണ്ട്. നീ അന്നത്തെ ഫോട്ടോ ഇല്ലേ, ഞാൻ ലിങ്ക് അയച്ചുതരാം, നീ ഒന്ന് നോക്കി. ഞാൻ നോക്കട്ടെ. ഇല്ലടി, മറക്കൂല. അതിപ്പോ പാരന്റ്സ് മീറ്റിംഗിന് സാറേ. ആ ഞാനിപ്പോ വിളിക്കാം മോളെ. സാറേ ഇവനാണ് ആള്, ഇവനാണ് ആ പറഞ്ഞ വർഷക്കാരൻ. ഒരു ശ്രദ്ധയില്ലാണ്ട് സാറേ അവൻ വണ്ടി ഓടിക്കുക. പറയുമ്പോ സ്കൂൾ പിള്ളേരെ കൊണ്ടുപോണ വണ്ടിയാ. ഇതൊക്കെ യൂണിഫോം പോലും ഇല്ല. എന്താടാ നിന്റെ പേര്? ബൈജു. 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 ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? പിന്നെ നീ പിള്ളേരെ കൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോണെന്നുള്ള പരാതി. ഒന്നിനും ഒരു ടൈം കിട്ടണല്ലോ സാറേ, അതാണ്. ഓ, അതുകൊണ്ടാ നീ യൂണിഫോം ഇടാത്തെ? ഒരെണ്ണമുണ്ട്, അതാണെങ്കിൽ അലക്കിയിട്ടേക്കണേ. പിന്നെ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിക്കും. വൈകുന്നേരം ആവുമ്പോ പൈസ പല വഴിക്കൂ. ചെലവല്ലേ സാർ? അതാണ് പ്രശ്നം. വൈകുന്നേരത്തെ ചെലവാണ് നിന്റെ പ്രശ്നം. 500 രൂപയുണ്ട്. നീ ഇപ്പൊ പോയിട്ടേ ഒരു ഫുൾ സെറ്റ് യൂണിഫോം മേടിച്ചിട്. അയ്യോ സാറേ വേണ്ട സാറേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എടാ നീ ഇതുകൊണ്ട് വാങ്ങിക്കടാ. അയ്യോ വേണ്ട സാറേ, ഞാൻ കടമായിട്ട് തരണത് കൂട്ടിയാ മതി. നീ എന്നാന്ന് വെച്ചാൽ തിരിച്ചു തന്നാ മതി കേട്ടാ. എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ. ബൈജു എടാ, നീ ഇത് എന്ന് തിരിച്ചു തരുമെന്ന് പറഞ്ഞില്ലല്ലോ. കിട്ടിയത് കൊണ്ടങ്ങ് പോയി സാർ. അവന് ധൃതിയല്ലടോ. ഒരു 2 ദിവസം കഴിഞ്ഞ് തരാം സാറേ. ഓക്കെ അല്ലേ? അത് വേണ്ട, എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല. നീ സാവധാനം തിരിച്ചു തന്നാ മതി. നിന്റെ കയ്യിൽ 1 രൂപ വെച്ച് കാണൂലേ? 1 രൂപ കാണും. ഡെയിലി ഇവിടെ കൊണ്ടേ തരണം ഈ സാറിന്റെ കയ്യില്. സതീശ, ഇവന്റെ 1 രൂപ വെച്ച് 500 ദിവസം. ഇങ്ങ് വന്നേ, മുടങ്ങരുത്. എന്നാ പോയിക്കോ. ധൃതിയല്ലേ അവന്. നിങ്ങൾ കയറിക്കോ. ചെല്. സാറേ എന്തായി? പരാതി ഇരിക്കി. മെട്രോയിൽ ഇത് ഞാൻ കണ്ടതാ പത്രത്തിലേ. നമ്മുടെ മെട്രോയിൽ വെള്ളമടിച്ച മറ്റേ പ്രശ്നം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താൽ പിടിക്കപ്പെടുന്നു എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവൻ്റെ റില്ലിൻ്റെ ഇടയിൽ കുത്തല്. നിങ്ങൾ കുടിക്കൂല അല്ലേ? കുടിക്കൂല. നമുക്ക് നോക്കാം.
അയാളെ പിടിക്കണം സാറേ. ഇതാരാ? മോനാ? നോക്കാം ട്ടാ. സമാനമായിട്ട് വയ്ക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നേരമായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടായ? ആ ഓറഞ്ച് അല്ലേ കുറച്ചുകൂടി നല്ല അല്ല കളർ. ഏയ് ഇത് നന്നായിട്ട് ചേരണുണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇഷ്ടാവില്ല. പക്ഷെ എനിക്ക് മറ്റേ ഓറഞ്ച് തന്നെയാ നല്ല കളറല്ലേ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞ് എന്നിട്ട് മാറ്റി പറയണം. വിളിക്കടി സമീറെ, നീ ഒന്ന് പോവാൻ നോക്കിയേ. ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും എടുക്കാൻ പറ്റൂല. ഞങ്ങൾ എടുത്തോളാം. കഴിയുമ്പോൾ വിളിക്കാട്ടോ. നിക്ക അവനെ കൂടെ ഒന്ന് പോവാൻ നോക്ക്. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എന്താണ് സങ്കടം? അവൾ എന്തിടന്ന് കാണാൻ അവനൊരു കൊതി ഉണ്ടാവില്ലേ? ആണോ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിട്ടാ. ഓ പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസമായി സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിന് ഇരയായ എൽദോ എന്ന പാവം ഭിന്നശേഷിക്കാരന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു മിണ്ടാപ്രാണിയോടാണ് ഇത് ചെയ്തെന്ന് ഓർക്കണം. കണ്ണി ചോരയില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അപരാധം പറഞ്ഞു വരുത്തിയത്. അപ്പൊ ഈ പ്രശ്നത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം എന്നാണോ? പറയൂ. അതിനിപ്പോ ആരായാലും ശരി തന്നെ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ അപമാനിച്ച ഞങ്ങൾ അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ചേട്ടാ പൈസ എന്താടാ? കേറിക്കടാ. എന്താണ്? നിനക്കതിന് ബോധമില്ല സമീറെ. ഒരു പരിചയമില്ലാത്ത ആളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണ്ടാ. എന്ത് ചെയ്യാനാടാ? പറ്റിപ്പോയി. എന്ത് പറ്റിപ്പോയിന്ന് ഓരോന്നും ഉണ്ടാക്കി വെച്ച് വന്നേക്കും. നിന്റെ അങ്ങനെ സെൽഫി ഇങ്ങനെ സെൽഫി നിന്റെ മൊബൈൽ കളി കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നു എന്തെങ്കിലും വികൃതി ഒപ്പിക്കുമെന്ന്. എടാ ഞാൻ അയാളൊക്കെ ഇടപ്പൊക്കെ കണ്ടപ്പോ ഒരു കോമഡിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ഹാഷ്ടാഗ് ഇടാൻ വേണ്ടി അങ്ങനെ എടുത്തുന്നുള്ളൂ. അല്ലാണ്ട് അയാളൊരു സംസാരിക്കാൻ പറ്റാത്ത ആളാന്ന് അല്ലാന്ന് എനിക്കറിയില്ല. അയാള് സംസാരിക്കാൻ പറ്റാത്ത ആളാണോ? എടാ പ്രാക്കിട്ടോട്ടെ നിനക്ക്. കല്യാണമൊക്കെ അല്ലേടാ. എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ. പോലീസ് പിടിച്ചെന്ത് ചെയ്യും വീട്ടിലൊക്കെ. നീ ടെൻഷൻ അടിക്കണ്ടോ? നീ മാത്രമല്ല ഇതൊക്കെ ഫോർവേഡ് ചെയ്തേക്കണേ. കുറെ പേര് ഫോർവേഡ് ചെയ്താണല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാരും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടുക. ജയിലിൽ നിറഞ്ഞ തുളുമ്പി പോവില്ല. എടാ ഞാനല്ലേ ഏറ്റവും ആദ്യം ആ ഫോട്ടോ എടുത്ത്. ഏയ് അതൊന്നും ആയിരിക്കില്ല. നമുക്ക് അന്വേഷിക്കാം. ഞാൻ ഫോൺ എടുത്തേ. അവിടെ നിന്നാണ്. ഹലോ 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 ഇക്ക എവിടെയാണ്? ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പോയില്ലേ? നിങ്ങളൊന്ന് സമ്മതിക്കേ. അത് തന്നെ ഇത്. ഇതല്ലിക്ക ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാല് കാണുന്ന ഫോട്ടോ ആയിരുന്നു. കാല് കാണുന്ന ഫോട്ടോ തന്നെയല്ലേ ഇത്? എന്നിട്ട് എവിടെ? ഇതിൽ കാലെവിടെ? ആ വാട്സാപ്പിൽ വന്ന ഫോട്ടോ ഇതല്ലായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് സെൻഡ് ചെയ്ത് കിട്ടി. അതെ ഇക്ക വന്നല്ല. ഇക്ക ഇവിടെ കട്ടിൽ വാങ്ങിയ കാര്യം പറഞ്ഞിട്ടേ മുട്ടൻ കൺഫ്യൂഷൻ ആണ്. സമീറെ നിനക്കിതിൽ ഏതാണ് ഇഷ്ടായത്? ദേ ഈ ഫോട്ടോയിൽ കാണുന്ന കട്ടിലാണ് ഞാനും സൂര്യയും കൂടി സെലക്ട് ചെയ്തത്. എന്നിട്ട് ദേ ഇപ്പൊ കൊണ്ടുവന്നേക്കണ ഇത് ഇപ്പൊ സമ്മതിച്ചല്ലടാ. ഇത് നല്ലത്. പുളിയത് പുളിയടി. ഇപ്പൊ അങ്ങനെയായ ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ്. നീ ഒന്ന് ഉത്സാഹിച്ച് നമുക്കിത് വേഗം ഫാമിലി കൊട്ടാക്കാം. അവന് ഇഷ്ടമായില്ല. ഏയ് അങ്ങനൊന്നുമില്ല. അവന് നാണം കൊണ്ടാണ്. പിന്നെ നാണം അവന്റെ പോക്ക് കണ്ടു. അവന് ഇഷ്ടമായിട്ടില്ല തോന്നണ.
നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. സാറേ. ആ ഒരു മിനിറ്റ്, സമയേ ശരിയല്ല. മനസ്സിലായി. ആ വരിയിരിക്കും. പറയും എന്താ കേസ്? കേസൊന്നുമില്ല, ഒരു സംശയം ചോദിക്കേണ്ടി വന്നാണ്. എന്ത് സംശയം? സാർ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ എടുക്കാറുണ്ടോ? പിന്നെ അതിന് സീസണല്ലേ ഇപ്പോ. എന്താ കേസ്? ഈ മിസ് കോൾ അടിച്ച് പെണ്ണുങ്ങളെ ശല്യം ചെയ്യൽ, ഫോൺ പണിപ്പം, മീറ്റു, ഏത് വൃത്തികെട്ട കേസും വാദിച്ച് സുന്ദരമായി ഇറക്കിയത് താനാണ് പ്രതി. അയ്യോ, താനായാലും കുഴപ്പമൊന്നുമില്ല. പറയൂ പറയൂ. അതെ, ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് അയാൾ ചെറുതായിട്ട് അപമാനിച്ചാ അത് കേസാവോ? ചെറുതായിട്ടായാലും വലുതായിട്ടായാലും IT ആക്ട് സെക്ഷൻ 66A അത് പോട്ടെ, IPC സെക്ഷൻ 499 500 ഡിഫാർമേഷൻ, ഈ അപകീർത്തിപ്പെടുത്തല്. ഇനി ഈ കേരള പോലീസ് ആക്ടിലുണ്ട് വകുപ്പ്. മിനിമം 2 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. വാദിഭാഗം വക്കീൽ അല്പം ബുദ്ധിമാനാണെങ്കിൽ മാനഹാനി സംഭവിച്ചതിന്റെ പേരിൽ അയാൾ ചോദിക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ മാന്യമായി ജീവിച്ചു പോകുന്ന കുടുംബം കുത്തുവാള എടുക്കാൻ വെറും ഒരു സെൽഫി മതിയെന്നർത്ഥം. കേസ് കൊടുത്തിട്ടില്ലേ? FIRന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരും. ഏതാ സ്റ്റേഷൻ? സ്റ്റേഷനില്ല സാറേ, എൻ്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നാണ്. പിന്നെയും സംശയം? ഇതൊരുമാതിരി. ഇനി ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്തെങ്കിലും ചില്ലറ കൈപിടിച്ചിട്ടാണോ ഈ സംശയം ചോദിക്കാൻ വന്നിരിക്കുന്നത്? എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. അതോ പോലീസ് പോലീസ് എന്താണ് ദേവരുടെ പോലീസുകാരെ കണ്ട് പേടിച്ചിട്ടല്ല, ഒരു കാര്യം ഇല്ലെങ്കിലും അവർ പിടിച്ചോണ്ട് പോയി നല്ല ഇടിക്കോട്ടാ. മനസ്സിലായ? അയാൾ എന്തു പറഞ്ഞു? അഡ്വക്കേറ്റ് അതാ എടാ, സംഭവം സിമ്പിളാ. സാധനമൊക്കെ ഡിലീറ്റ് ചെയ്തില്ലേ? പിന്നെന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലേ? ഒരു പ്രശ്നമില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to dear Teresa. Happy birthday to you. ഇങ്ങോട്ട് നോക്കി, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. നോക്കിയോ? എന്താടാ? കൂട്ടുകാരൻ അനന്തുവിന സൗത്ത് സോണിൽ സെലക്ഷൻ കിട്ടിയേ. സാരില്ലടാ, അടുത്ത പ്രാവശ്യം നോക്കാം. സൗത്ത് സോണിലെ ഫ്രണ്ടിനെ സെലക്ഷൻ കിട്ടിയേ, അവന് സങ്കടം ഉണ്ടാവും. കാണും. ഇതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും അത് ചെയ്തോമാർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. കേസിന്റെ കാര്യം എന്തായി? ഇതുപോലെയുള്ളവന്മാരെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള പാവങ്ങളുടെ തലയിൽ കയറുന്ന ഇറങ്ങും. മല്ലിക മാലർ പന്തൽ കതിർ കത്തി തിളങ്ങുന്നേ, മംഗള പൂതുമാരൻ അണയുന്നുണ്ടേ, മുല്ലപ്പൂമാണം ചിന്തി മണവാളൻ വരുന്നുണ്ടേ, മർഹബാ ഊരത്തീതാ വരവേൽക്കുന്നേ, മല്ലികാമാലർ പന്തൽ കതിർ കത്തി തിളങ്ങുന്നേ,
മംഗള പൂമാരൻ അണയുന്നുണ്ടേ നിന്നെ കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആടാ. ഇവിടെ ഒരു സീറ്റ് ഉണ്ട്. നെയ്ച്ചോറും ബീഫാണ്. മോനെ ഇവിടെ വിളമ്പേ. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വിളമ്പടാ. ഇലിയാസേ കൊള്ളാല, വന്നപ്പോ തന്നെ തിന്നായിരുന്നു. മച്ചിതപ്പോന്ന് ഞാൻ ഇന്നലെ വന്നടാ. ഇന്നലെ. എന്നിട്ട് ഇവനൊന്നും പറഞ്ഞില്ല മച്ചവനായിരുന്നു. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസാ വന്ന് നെയ്ച്ചോറും അടിക്കണ്ടേ? വന്നേ ഉണ്ടായിരുന്നു. നീ പഠിച്ചൊന്നും അവിടെ തകർക്കണേ. ഇതിന്റെ സീരിയസ്നെസ് ഓർത്തിട്ട് അവിടെ ഇരിക്കപ്പുറത്തില്ലാണ്ട ഞാൻ നാട്ടിലേക്ക് ഓടി വന്നത്. നിനക്കൊരു കാര്യം അറിയോ? ഈ സാധനത്തിന്റെ അഡ്മിൻ ഞാനാ. ഫോട്ടോ എടുത്തവനും മച്ചാണ് അഡ്മിൻ. അടിപൊളി കണ്ടാ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നീയൊക്കെ എന്ത് വർത്താനേ പറഞ്ഞത്? നാട്ടിൽ സംഭവം പറഞ്ഞ പുലിവാല അവിടെ. അവിടെ എനിക്കറിയണ്ടൊന്നുമില്ല. ഞാൻ മലപ്പുറം എൻ്റെ അടുത്ത് പറയാത്തോണ്ടാ. നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടും കൂടെ ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോയി. ഇവന്റെ കൊടുക്കത്തെ ടെൻഷൻ കാരണം ഇവനെ കാരണത്ത് ഇരുത്തിട്ട് ഞാൻ ഒറ്റക്കാണ് വക്കീലിന്റെ അടുത്തേക്ക് ചെന്നത്. വക്കീൽ പറഞ്ഞ എന്താണെന്നറിയോ? 2 വർഷം തടവും 2 ലക്ഷം രൂപ പഴയും ഉറപ്പായിട്ട് കിട്ടണ വകുപ്പാണെന്ന്. അവനെങ്ങാണത് കേട്ടാണ്ടല്ല. ഇവനെപ്പോ എങ്ങോട്ട് വന്നു? സർ 200 and 120. 200 and 120. BP കുറച്ച് കൂടുതലാണല്ലോ. തലവേദന ഉണ്ടോ? തലവേദനയുണ്ട്. തലവേദനയേ ഉള്ളു. ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവും. നാളെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ. അയ്യോ ഡോക്ടറെ, നാളെ ഇവന്റെ കല്യാണമാണ്. വെറുതെ അല്ല BP കൂടിയത്. ഇനി BP കൂടിയതിന്റെ പേരിൽ ടെൻഷൻ ഇല്ലട്ടാ. ഓക്കെ. ഒരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. ചെറിയ സെറേഷൻ ഉണ്ടാവും. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ശരിയാവും. പേടിക്കണ്ട കേട്ടോ. ഡോക്ടറെ, നിക്കാഹിനും പണിക്കൂലേ? ഇഞ്ചക്ഷൻ ആണ് നല്ലത്. മറ്റാണെങ്കിലേ ഉറക്കം വരും. ഗുളിയാണെങ്കിൽ. എടാ നാസ്രളി വിളിക്കണ്ടല്ലോ. എടുക്കടാ. അറിഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എനിക്ക് തിരിഞ്ഞെടുക്കാമോ? ഹലോ, എവിടാ? ഞങ്ങള് ബ്യൂട്ടി പാർലറാണ്. അതെന്താ എന്നോട് പറയായിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ. പെട്ടെന്നുള്ള ഐഡിയ ആയിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ശരി ശരി, വേഗം വാ. അവനോട് എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. അവനിവിടെ ഫേഷ്യൽ ചെയ്തോണ്ടിരിക്കണേ. എനിക്കൊന്നും ചെയ്യണായിരുന്നടാ. ഇപ്പളാ അളിയ, ഞാൻ പറയട്ടാ. ശരി, ഞാൻ വിളിക്കാം. ശരി. ഫേഷ്യൽ വേദനയൊന്നുമില്ല. ഓക്കെ അല്ലേ? ഒന്നടാ സമാധാനായിട്ടിരിക്കും. എടാ, ഞാൻ ആലോചിക്കുന്നേ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലാ. നീ എന്ത് പ്രാന്തടി പറയണത്? ഈ കല്യാണ ദിവസം തന്നെ നീ പിന്മാറി കഴിഞ്ഞാ അപ്പൊ എന്റെ ഭാവി എന്തായിരിക്കും? അസനിക്കരെ അറിയാലോ. വെറും വെട്ടിരിമ്പാടുകള്. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പോലീസ് പിടിച്ചാലും പ്രശ്നമാവൂലേ? പിന്നെ സമാധാനായിട്ടിരിക്കും. ഞങ്ങളെ കൂടെ മിണ്ടണ്ട. ഒരാള് ഫോട്ടോ എടുക്കാനും മറ്റാള് നാട്ടുകാർക്ക് മൊത്തം ഷെയർ ചെയ്യാനും. ഇവിടെ മനുഷ്യൻ ഉറങ്ങിട്ട് 2 ദിവസം അറിയാവോ? 4 കിലോ കുറഞ്ഞിടട്ടെ. പിന്നെ വേണ്ടാത്ത ചിന്തപ്പടക്കം ഉണ്ടാക്കി നാളത്തെ പരിപാടി കൊളവാക്കല്ലട്ടാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ. ആരോട് പറയാൻ? എല്ലാം ഓക്കെ ആടാ, കുഴപ്പമില്ല. ടെൻഷൻ ടെൻഷൻ ഉണ്ടല്ലേ? ഇവിടെ കിടന്നു. ഞാൻ പോയിട്ടേ അവിടെ കാണണ്ട. പറഞ്ഞാൽ ടെൻഷൻ കഴിയുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടാ. നീ സമാധാനായിട്ടിരിക്കടാ, ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. എൽദോ, എല്ലാം ഓക്കെ ആയില്ലേ? താനൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ കേട്ടോ. അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. സമയമായല്ലോ, ഡ്യൂട്ടി തുടങ്ങിക്കോ.
ചത്തോരേ വെട്ടക്കൂട്ടത്തിൽ നേരെ പോരാടാ വാക്കിൻ പാടുണ്ടോ വീറുമുണ്ടോ എല്ലാരും ബസ്സിൽ കയറിക്കണം പറയാം ബസ്സിൽ ഉപ്പ ഉപ്പയുടെ ആ എല്ലാരും വേഗം വണ്ടി കയറി സമയായി നോക്കറ്റൊക്കെ കിട്ടിയ പണിയാവും നീ ഫ്രണ്ടിൽ കയറി ഇലിയാസ് എന്റെ വണ്ടി കയറി അതെ ബാക്കിൽ കയറി ആ ടെമ്പോ ട്രാവലിൽ കയറി ഒറ്റക്കണ്ണൻ ക്യാമറയ്ക്കോ ചോരയൂറ്റാൻ ആഴമതി ചെന്നു പെട്ടാൻ പെട്ടവനോ പിന്നെ വെറും മുക്കുകുത്തി വിളമ്പിയ ചുടുവാർത്തകൾ തണുത്തുറയുന്ന വേളയിൽ പിന്നവനെ ചാക്കിൽ കെട്ടിപ്പാലവക്കിൽ തള്ളുമ്പോൾ ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ടുണ്ടോ ഉള്ളം ചത്തോരേ വെട്ടക്കൂട്ടത്തിൽ നേരെ പോരാടാ വാക്കിൻ പാടുണ്ടോ വീറുമുണ്ടോ ഇവിടൊരു ചങ്കില് തീ കത്തിക്കേറുമ്പോ കാറ്റിന് പുഞ്ചിരി ആ കാറ്റിന്റെ കൂട്ടുപിടിച്ച് ആളിക്കത്തല് കണ്ട് രസിച്ച് നടമ്പാടും ചേലില് പൂരം കൊണ്ടാടുമ്പോ ഉള്ളും ഉള്ളങ്ങൾ കാണാൻ കണ്ണുണ്ടോ ഉള്ളം ചത്തോരേ വെട്ടക്കൂട്ടത്തിൽ നേരെ പോരാടാ വാക്കിൻ പാടുണ്ടോ വീറുമുണ്ടോ എന്റെ പൊന്നാളെ അവനാ തകർന്നു നിൽക്കോട്ടോ എന്റെ അവസ്ഥ നിനക്കറിയാലോ എന്റെ പണി പോലെ ജീവിതം മൊത്തം അടങ്ങാറാവും അടേ സംഭവം ഇതൊന്നുമല്ല സംഗതി പോലീസ് കേസായ സ്ഥിതിക്ക് സ്റ്റേഷനിലാണോ ഹലോ അവനാന്ന് തോന്നുന്നു എന്താണ് ഇൻസിഡന്റ് പറ്റില്ല നീ എപ്പോഴാ പോണ ഞാൻ ഇന്ന് വൈകുന്നേരം പോകും ഇന്ന് വൈകുന്നേരം പിന്നെ പോകണ്ടേ നിന്റെ കല്യാണം പ്രമാണിച്ച് 2 ദിവസം ലീവ് എടുത്തിട്ട് എണ്ണി ചെന്നില്ല എന്റെ പണി ടെൻഷനായിട്ട് പോയാ നമുക്ക് ആയിരത്തി പോയി സോറി പറഞ്ഞാലോ ഒന്നും ഉണ്ടായിരിക്കും ഇപ്പൊ നീ പോയി റെസ്റ്റ് എടുക്ക് അതൊക്കെ പിന്നെ സംസാരിക്കാം എനിക്ക് പറ്റണില്ല എന്ത് എന്ത് പറ്റല്ല അതല്ല അയാൾ എന്തെങ്കിലും കേസ് കൊടുത്ത് എന്നെ പിടിച്ചാൽ ഈ കുടുംബം മൊത്തം ഇതാവൂലേ നീ ഒന്ന് പോയടാ ഒരു പ്രശ്നമല്ല ആ ഞങ്ങളെ നോക്കണം നീ ഇപ്പൊ സമാധാനമായിട്ട് അകത്ത് പോയാ പെണ്ണോട് എന്തെങ്കിലുമൊക്കെ സൊള്ളിയും പറഞ്ഞിരിക്കാൻ നോക്കും ചല്ലങ്ങട് എന്നാ ഞാൻ അവളത്തെ പറയട്ടെ കാര്യങ്ങളെല്ലാം എന്റെ പൊന്നു സമരം പ്രാന്താക്കലട്ടാ ഒന്നാമത് നിന്റെ മോന്ത കണ്ട ടെൻഷൻ അടിച്ചിട്ട് അവർ വീട്ടുകാരെ കൊണ്ട് അവിടെ ബന്ധുക്കാരൊക്കെ ശ്രദ്ധിക്കൂടാ നോക്കിയാ മകം കെട്ടിപ്പിടിക്കാൻ ചിരിച്ചോണ്ടിരിക്കും പോട്ടെ ഞാൻ വിളിക്കട്ടാ പോട്ടാ ചെല്ലി ചെല്ലി എന്റെ കസിനില്ല ഷബാന അവള് നമ്മുടെ കല്യാണത്തിന് നെയ്ച്ചോറ് കഴിക്കണോക്ക് 20 പേർക്കുള്ള പ്ലേറ്റില് അവളുടെ പെങ്ങള് കച്ചെടുത്തയച്ചെന്നാണ്. ഇതൊക്കെ എങ്ങനെയാണല്ലോ കഴിച്ചു തീർക്കുന്നത്? ഇത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ പൊളിക്കും. അത് വേണോ? എന്താണ്? അല്ലാതെ പാവല്ലേ, എന്തിനാ വെറുതെ നമ്മൾ ഈ കൈവിട്ട വാക്കും സെൻഡ് ചെയ്ത പോസ്റ്റും തിരിച്ചെടുക്കാൻ പറ്റില്ല. പാവം വെറുതെ എന്തിനാ അവരറിയണല്ലോ. ആണല്ലേ? അപ്പൊ സെൻഡ് ചെയ്യണ്ടല്ലേ, ഡിലീറ്റ് ചെയ്യാം അല്ലേ? കിടക്കാം.
സൈദ ഇതെടുത്തേ. മോള് വിഷ്വലിട്ട് കയറിക്കോ. വാ വരൂ. നീ ഇവിടെ പുതിയതൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഇതാണ് നീ പറഞ്ഞത്. റോമിയോടെ ചേട്ടാ. സീനത്തിന് ഇപ്പൊ എല്ലാരെയും പരിചയമല്ലോ അല്ലേ? മോൾക്ക് കൊടുക്ക. നമ്മളെ മോനെ മോളെ നീ മുറിയിലേക്ക് ഇല്ലേ? സാജിദ അവളുടെ ബാഗ് എടുത്ത് മുറി കൊണ്ടുവന്ന് വെക്ക്. പിടിച്ചോ. ഹലോ ഹലോ. എടാ നമ്മുടെ മറ്റാളല്ലേ എൽദോ, അയാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ. എവിടെ? നമ്മുടെ കലൂരിന്റെ അടുത്ത് സ്കൂളിലാണ്. നീ വേഗം വന്നു കഴിഞ്ഞാലേ സോറി പറഞ്ഞ സംഭവം തീർക്കായിരുന്നു. ഞാൻ പോരാ. അത് വേഗം വാ. അവിടെ ഞാൻ പോരാ. കാര്യമൊന്നും പറയണ്ടാന്നേ. പുള്ളിക്കാരൻ അങ്ങടെ പോണുള്ള സമീറെ, ഇവരിത് എങ്ങോട്ടാ? ആൾക്കറിയാം. എൽദോ, ഇത് കണ്ട എൽദോ സഹായ നിധി ഉദാരമായി സംഭാവന ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് വല്ലതും അറിഞ്ഞതായിരുന്നോ? ഒന്ന് സൂക്ഷിച്ചേക്കണേ. സെൻഡ് ചെയ്യാം. ക്ലാസ് വിട്ടല്ല, ഇപ്പൊ തന്നെ ആളിറങ്ങുന്നു. ദേവനടാ. ദേവനടാ അയാള്. സീനാവോ? എന്ത് സീന? നീ പോയി കാര്യം പറയാ. സോറി പറഞ്ഞ പ്രശ്നമാണ്. നീ ഒന്ന് ഇപ്പൊ പറയണം. അയാളുടെ പുറകെ ചെല്ല്. പറഞ്ഞിട്ട് വാ. ആള് മാത്രമല്ല കാര്യം നടന്നാലാണ് കാര്യങ്ങൾ നിന്റെ പേരിൽ കേസ് നടത്താനേ കാശ് വേണ്ടേ? കാശ് അതിനു വേണ്ടിയിട്ടുള്ള ഇത്. ഇല്ല ഓക്കെ ഞാൻ വിട്ട്. ഞാൻ കൊണ്ട് ഫ്രണ്ട് ഇരുന്നാട്ടാ. നീ പോലെ നോക്കണം.
ആൾക്കാരുണ്ട് വേണ്ട കേറി പോണ്ട നീ വണ്ടി കയറി കുരിശോ അയാൾ കയറി കീറാം ഒന്നുമില്ല, നീ കിടന്നോ. എന്താണ് സുഖമില്ലേ? ഏയ് ഒന്നുമില്ല. പനിക്കുണ്ടാ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. നീ കിടന്നോ. കിടന്നോ. ഇങ്ങോട്ടാ അമ്മ, ഞാൻ ചെയ്യാം. ഞാൻ ചെയ്തോളാം. വേണ്ട, കുഴപ്പമില്ല, മോടി ഇരിക്ക്. അമ്മ ചോദിക്കണോണ്ടെന്ന് തോന്നരുത്. എന്താണ് മോളെ? ഇക്കാക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, അവളൊരു മര്യാദയുള്ള പെങ്കൊച്ചായതുകൊണ്ട് എന്നോട് തുറന്നു ചോദിച്ചു. അവളെ വീട്ടിൽ ചെന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, പുതുമോടിയൊക്കെ അല്ലേ, കുറച്ച് ടെൻഷനൊക്കെ കാണും. പിന്നെ ആ പെങ്കൊച്ചിനില്ലാത്ത ടെൻഷൻ എന്തിനാണ് നിങ്ങളുടെ മോന്? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ലല്ല. ഒന്ന് പോയി ചോദിക്ക. ഞാനോ? ആ, ഞാൻ എങ്ങനെ തോന്നുന്നു മൂത്തോക്കി ചോദിക്കാ? നീയല്ലേ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, മുഖത്ത് നോക്കണ്ട. അതെ, ഈ ആണുങ്ങളുടെ പ്രശ്നം പുറത്തെല്ലാരോടും പറഞ്ഞെടുക്കാൻ പറ്റൂല. നിങ്ങൾ പെണ്ണുങ്ങളകത്തിരുന്ന് കഥകൾ ഉണ്ടാക്കാതിരുന്നാ മതി. അത് ശരി. ഇപ്പൊ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കായ കുറ്റം. അല്ല, നിങ്ങൾ ഇത് എവിടെ പോണേണ്? ഒരു സ്വൈരം തരും. കൊള്ളാം, കൊള്ളാം. ഇതൊഴിക്കട്ടെ. ആ, കുറച്ച് മതി. മോളെ, എനിക്കൊരു ചായ വേണം. അതെ, നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലപ്പ. ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു. നല്ല വാപ്പയാണ് ചോദിക്കുന്നത്. ഒന്നുമില്ലപ്പ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയൂലേ. കുഴപ്പമൊന്നുമില്ല. ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അതാ മോളെ, മോനെ എങ്ങോട്ടാ പോണേ? എന്തോ ഹോസ്പിറ്റലിൽ എന്തോ പോണെന്ന് പറഞ്ഞേ. ഹോസ്പിറ്റലോ? അത് നല്ലതാ. ഇത് ആര് ചെയ്താലും തെണ്ടിത്തനായിപ്പോയി. പിന്നെ അല്ല, 2 ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി, എന്നാലേ കേസിനൊരു ബലം കിട്ടുള്ളൂ. എപ്പോഴും നോക്കല്ലോ. ഏതാണ് അവന്മാര്? ടീമാണ്. ക്ഷമിക്ക്. ഇനി ഇയാളുടെ ബന്ധുക്കാരെ നമ്മളാരാ നോക്കൂലേ? ഇയാൾക്ക് ബന്ധുക്കാരൊന്നുമില്ല, കണ്ടറിയാൻ പാടില്ലേ. മോനെ, ദേ അതൊന്നും എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഇത് കൊറേ നേരം അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദേ ഇല്ലെങ്കിൽ കട്ടില് മുഴുവൻ നാറും. ആണോ? എടാ സമീറെ, നിന്റെ ആവശ്യത്തിനൊന്നല്ല. നോക്ക മതിയാ, കഴിഞ്ഞില്ലേ? പോടാ, ചായ കുടിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട്? ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചിട്ടി സാറേ. ബൈക്ക് ഓടിച്ച ആളെ കണ്ടാ തിരിച്ചറിയോ?
ഓ മനസ്സിലായില്ല അല്ലേ? ആ ഇവർക്ക് ഇയാൾ മാത്രമേ ഉള്ളെന്ന്. ഇയാൾക്ക് ഇപ്പോഴും പേടിയാ സാറേ, പിന്നാലെ ആരോ ഉണ്ടെന്ന്. ഇത് ചെയ്തത് അവൻ തന്നെ ആയിരിക്കും. സമാധാനമായിട്ടിരിക്കും, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഡീറ്റെയിൽ ആയിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തോ. ശരി സാർ. ഹലോ, ഒരു മിനിറ്റ് വന്ന്. ആരായിരിക്കും എന്നാ പറഞ്ഞേ? അന്ന് ആ ഫോട്ടോ എടുത്തില്ല സാറേ, അവനായിരിക്കും. അതെന്താ അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? പിടിക്കുന്ന ഇപ്പൊ പേടിപ്പിച്ച് കേസ് ഒതുക്കാനുള്ള ശ്രമമായിരിക്കും, അല്ലാതെ ഇതുകൊണ്ട് ആർക്കാ സാറേ ഗുണം? അപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? തന്റെ പേരെന്താ? പ്രതലൻ, കൈത്താങ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാ. ഈ കേസ് കൊണ്ടേ ആർക്കൊക്കെയാണ് ഇനി ഗുണമുണ്ടാവണേന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സാറേ ഒരു മിനിറ്റ്. ഇനിയിപ്പോ പുലിവാലാവോ? ഇനിയാളെ കാണണ കംപ്ലീറ്റ് കൈ നോവെന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണല്ല. ഞാൻ ചിരിക്കൂലേ? ചിരിക്കാൻ വല്ലതും കൊടുക്കേണ്ടി വരും. ഇക്കാ, ഇതെന്താണ് നിങ്ങൾ എല്ലാത്തിലും ഇങ്ങനെ നിക്കണത്? ഒന്ന് ചിരിച്ചൂടെ? എല്ലാ ഫോട്ടോയിലും ഒരേ നിപ്പാണ്. ഇത് അടിപൊളിയാണല്ലോ. ഇതെങ്ങനെയുണ്ട് കാ? ഇത് നൈസാണല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇക്ക എന്തെങ്കിലും ഒരു അഭിപ്രായം പറയക്ക. സീനത്തെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താണ് ഇക്ക? ഇത് കൊള്ളാലോ. കമ്പനിന്ന് ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പോയിനെ എപ്പോ വരാനാണ് ഇക്ക? ഒരു വർഷമൊക്കെ എടുക്കൂലേ? പറയിക്ക, പറയ് ഇക്ക. ഇക്ക കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായിന്നറിയോ? നിങ്ങൾ മര്യാദയ്ക്ക് ഒരു വാക്കിനോട് വേണ്ടിട്ടുണ്ടാ? കാലത്താവുമ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും, വൈകുന്നേരം ആവുമ്പോ കയറി വരും. അതല്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചെയ്യണത് അല്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ കല്യാണത്തിന് മുന്നേ കൊറേ ആയിട്ട് എന്നോട് പ്രേമം പറയാൻ വേണ്ടി നടക്കണേരുന്നെന്ന്. എന്നിട്ടിപ്പോ എന്താണൊക്കെ നിങ്ങൾ എന്നോട് കാണിക്കണത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടക്ക? കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾ ഇനി മനസ്സിൽ കണ്ട പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ എന്നൊക്കെ തോന്നുന്നുണ്ട? എന്താണ് സീനത്തെ? അങ്ങനൊന്നും ഇല്ല സീനത്തെ. നീ നീ വന്നേ, ഞാൻ പറയാം. നീ കരയല്ലേ? നീ കരയല്ലേ? പോയില്ലെങ്കിൽ പ്രശ്നമാവും, അതാ ഞാൻ പറയാം. കരയല്ലേ? കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. കരയല്ലേ സീനത്തെ? വിടരും കോഴിയും ഇതളും ദിനവും മറയും മകലും വിട ചൊല്ലി നിമിഷം
ഹർഷമാകും തളിർക്കും പുതുമയും പുലരിയും പൂഞ്ചിറകേറി വരാൻ വിടരാൻ വിധി പോൽ പിറക്കുന്ന വഴികൾ കനലായി തെളിയും പുതുതീരം തേടും കണ്ണീർ കിനാവിൻ വ്യഥയിൽ കളിച്ചിരി നിറയും നിറനിലവൊഴുകും തരളിതം ഈ ജന്മം വിടർന്നു പൂത്തുലയും നീലാകാശത്തെങ്ങും മിന്നാമിന്നിക്കൂട്ടം കാതരം തൊടാതെ ലോകം ഉണരും വിടരും പൊഴിയും ഇതളും ദിനവും അകലും മറയും വിട ചൊല്ലി നിമിഷം വിണ്ണോളം വിരഹനാദം ആലോലം ഹർഷമാകും തളിർക്കും പുതുമയും പുലരിയും പൂഞ്ചിറകേറി വരാൻ വിടരാൻ എന്താണ് ഉമ്മ 10-12 മണിയായാലും കിടക്കാറായില്ലേ? ഇതും കൂടെ ഇരിക്കട്ടടാ. നീന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. മോനെ, കാര്യം എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നീ പോണത് എങ്ങനെയാടാ? നമ്മുടെ കാര്യം പോട്ടെ, അവക്കടെ വീട്ടുകാരും ഇല്ലേ? നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഉപ്പയും ഉമ്മയും ഉണ്ടാവുമെന്ന് പഠിച്ചവന് മാത്രം അറിയാം. എന്താണ് ഉമ്മ ഇങ്ങനെ? ഞങ്ങളുടെ കാര്യം പോട്ടെ മോനെ. ആ പാവം പെങ്കൊച്ചു വന്ന് കയറിയ ഉടനെ തന്നെ നീ പോയാൽ എങ്ങനെയാടാ? ആ, ഏതായാലും ഉള്ള നേരം നീ അവളോട് പോയിരിക്കെ. ചെല്ലു മോനെ. മതിയിട്ടു മഞ്ഞ് കിടക്കാൻ നോക്ക്. ആ ആ കിടക്കാം. സമീറേ, ഇക്ക സമീറില്ലേ? ഓ പോയല്ലോ. എങ്ങോട്ട്? മോന്റെ ജോലിക്ക് തിരിച്ചു പോയി ഗൾഫിലേക്ക്. എപ്പോ പോയത്? ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ഓ ശരി. അല്ല മോൻ? ഞാൻ സമീറിന്റെ ഒരു കൂട്ടുകാരനൊക്കെ. ഓ ആ ശരി. ഓ സാറേ, ശരി മോനെ. പോയിട്ട് വരില്ല പിന്നെ. സമീറ, എന്താ ആ പാസ്പോർട്ട് ഒന്ന്. ഒരു മിനിറ്റ്, ഇപ്പൊ പോവാം. വാ. വാ. സാറേ,
എന്താ നിന്റെ പേര്? സമീർ. ഉറക്കെ പറയടാ. സമീർ. എന്താ നിന്റെ മുഴുവൻ പേര്? മുഹമ്മദ് സമീർ. നീ ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഷാർജയില്. ലീവിലായിരുന്നു? എത്ര ആളുണ്ടായിരുന്നു ലീവ്? 1 മാസം. പിന്നെ നീ എന്താ എത്ര നേരത്തെ പോണേ? നീ ആ ഫോൺ ഉണ്ടെന്നടാ. നീ ലോക്ക് ഓർക്കടാ. ദാ ഇരിക്കുന്ന ആളെ നീ അറിയോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നീ? ഇല്ല സാർ. കണ്ടിട്ടില്ല? ഇല്ല. അവരും വിളിച്ചു. സാറേ ഇവൻ ആള് ഭയങ്കര ഡീസന്റ് ഉണ്ടോ? മൊബൈലിൽ വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല. മിടുക്കൻ. നല്ലവനാ. എന്താ മോനെ? എന്താ സാറേ? ഇവരറിയോ? എന്റെ ഉമ്മൻ സാറേ. ചെറിയൊരു കേസിൽ ഉമ്മാനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ സമീർ. ദാ നിൽക്കുന്ന മിണ്ടാപ്രാണിയുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപമാനിച്ചു. അതാണ് കേസ്. സിമ്മ് നിന്റെ ഉമ്മയുടെ പേരില്ല. ഉമ്മ അകത്തു. ഞാനാണ് സാർ ചെയ്തത്, ഉമ്മയല്ല. ഞാനാണ്. എടാ നീയാണ് ചെയ്തത് ഞങ്ങൾക്കറിയാം. പക്ഷെ പാവം നിന്റെ ഉമ്മ ഇപ്പൊ പെട്ടില്ലേ? സോറി സാറേ. ഇങ്ങനൊന്നും വിചാരിച്ചല്ലേ ചെയ്തത്. ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ക്ഷമിക്ക് സാറേ. ചേട്ടാ ക്ഷമിക്കേട്ടാ. ക്ഷമിക്കാനാ? നീ പറയുന്ന പോലെ ക്ഷമിക്കാൻ നിയമത്തിന് പറ്റുമോ? അതും കൂടാതെ നീ അയാളെ വണ്ടി ഇടിച്ച് കൊല്ലാനും നോക്കി അല്ലേ? അല്ലടാ. ഇല്ല സാർ. ആരും അറിയില്ലാന്ന് വിചാരിച്ചാൽ സാർ ഞാനത് ചെയ്തിട്ടില്ല. അല്ല ഞാൻ അയാളത്ത് സോറി പറയാൻ വേണ്ടിയാ പോയത്. അവനങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. നിങ്ങൾക്ക് ആട് മാറിപ്പോയതായിരിക്കും. നിങ്ങളുടെ പേരെന്താ? ഖദീജ. ഖദീജ ബീവി അല്ലേ? അതെ. നിങ്ങളുടെ പേരിലുള്ള ഈ നമ്പറിൽ നിന്നാണ് ഇവൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. തന്നെയല്ല, അയാൾ ആക്സിഡന്റ് ആയ ദിവസം നീ അയാളെ ഫോളോ ചെയ്തതിന്റെ സകല തെളിവ് ഞങ്ങളുടെ ഉണ്ട്. മനസ്സിലായ? അല്ലാണ് സാർ ഉമ്മാനും സത്യം. ഞാൻ മാപ്പോറേനാ പോയത്. ആളെ കൊല്ലാൻ ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ടോ. അവനറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കില്ല സാറേ. അവന്റെ കല്യാണം കഴിച്ചിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. സാർ വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു. സാറി പെങ്കൊച്ചിന്റെ മുഖത്തിട്ട് നോക്കി അവരുടെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ സാറേ. ഇപ്പൊ കിടന്ന് കറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൻ കാരണം അയാളുടെ ജീവിതം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് അറിയോ? മോനെ, എന്റെ മോൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മ നിന്നോട് മാപ്പ് ചോദിക്കാം. അവനെ വിട്ടയക്കാൻ പറ മോനെ. മോൻ പറഞ്ഞാലേ സാർ അവനെ വിടുള്ളൂ. സാറേ പുള്ളിക്ക് പരാതിയൊന്നുമില്ല. ക്ഷമിച്ചു എന്നാ പറഞ്ഞ ആള്. ക്ഷമിച്ചു ക്ഷമിക്കാനൊന്നും ഇവിടെ പറ്റില്ല. താനൊരു പരാതി എഴുത്തുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷമിക്കാനാ? അതൊക്കെ കോടതിയിൽ. നിയമത്തിന് ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മനുഷ്യന്മാർക്ക് ക്ഷമിക്കാൻ പറ്റും സാറേ. എനിക്ക് പരാതിയില്ല.
താങ്ക് യു. സോറി സോറി. താങ്ക് യു. അല്ല ഇനി എന്താ പരിപാടി? അടുത്ത ഫ്ലൈറ്റ് നോക്കണ്ടേ? വേണ്ട, ഞാൻ പോണില്ല. പോണില്ലേ? കുറച്ച് ദിവസം കഴിയട്ടെ. ഇപ്പോഴൊന്നും മനസ്സമാധാനമായത്. ഞാനൊരു ഭാര്യയോടും മറുപടി നിൽക്കട്ടെ. ഉമ്മ ഇത് കേട്ടാ? ഈ മുമ്മന്റെ ഒക്കെയാണ് ഒരു പിക്ക് എടുക്കേണ്ടത്. ചിരിച്ചേ ഈ ഫ്രെയിമൊക്കെ നിന്റെ സെൽഫിയിൽ കിട്ടില്ലട്ടാ. നേരെ തലവെക്ക്. ആ ചിരിക്ക്. എനിക്ക് സെൻഡ് ചെയ്യണേ. ഇതാ പൊന്നു മച്ചാനെ. അപ്പ ആ ഫോണ് ഫോണ് താ. വാ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. ഇത് നോക്കിയേ അമ്മ. വേണ്ട. പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. വെയിൽ തൊടും സുഖം മുഴുവനുള്ളിൽ വാങ്ങി ഇളം ദളങ്ങളിൽ അരുണരാഗം വാരിച്ചൂടി. വെയിൽ തൊടും സുഖം മുഴുവനുള്ളിൽ വാങ്ങി ഇളം ദളങ്ങളിൽ അരുണരാഗം വാരിച്ചൂടി. ജലമറയിടുമോളങ്ങൾ അണിവിരലുകളാൽ നീക്കിപ്പോക്കുന്നു പൊൻതാമര. പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. നിശാവനങ്ങളിൽ നിലവിലൂടെ നീന്തി തണൽ മരങ്ങളിൽ ഇലകൾ നീയും കൂട്ടിൽ തങ്ങി. നിശാവനങ്ങളിൽ നിലവിലൂടെ നീന്തി തണൽ മരങ്ങളിൽ ഇലകൾ നീയും കൂട്ടിൽ തങ്ങി. കുറുകുഴലുകളൂതിയിടും കുയിലിണയുടെ കൂട്ടായി പാടുന്നു പൂങ്കാറ്റല. പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. ചില്ലയിലെ തൂമഞ്ഞിൻ തുള്ളികളിൽ മെയ് മിന്നി കുങ്കുമ സൂര്യൻ ഊഞ്ഞാലാടും നേരം ഉയിരുകൾ തലോടി ഒരു നറുമണം മല
മലരുകൾ വിരിഞ്ഞ കഥ പറയവേ ആകാശം നോക്കി കണ്ണിൽ സ്വപ്നം തൂവൽ വീശുന്നു പുതുമകളുമായി വരിക പുലരി ചൊടിയിലൊരു